പന്തളം കടയ്ക്കാട്ട് 3 ഹോട്ടലുകൾക്കെതിരെയും നടപടി. ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന ഹോട്ടലുകളാണ് പൂട്ടിയത്. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് കക്കൂസിലാണെന്നും ഹോട്ടലും പരിസരവും വൃത്തിഹീനമാണെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് നടപടി വരുന്നത്. CK അബിലാൽ ചേരുന്നുണ്ട്. അബിലാൽ, ഏത് ഒരു പ്രതികരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? അതാദ്യം കേൾക്കാം. 3 സ്ഥാപനങ്ങളെ ഞങ്ങൾ പരിശോധിക്കുകയും പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളതുമാണ്. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് ഈ 3 സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 3 സ്ഥാപനങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികളുടേതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. അബിലാലുണ്ട്. അബിലാൽ, ഇത് പന്തളത്ത് ഏത് ഭാഗത്തെ ഹോട്ടലാണ്? മുഴുവൻ സമയം പ്രവർത്തിക്കുന്നതാണ്? അവിടേക്ക് കൂടുതൽ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു ഇടമാണോ? നടപടി എന്തുകൊണ്ട് വന്നു? പന്തളത്ത് കടക്കാടിന് സമീപം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് അടുത്ത് പ്രവർത്തിക്കുന്ന 3 കെട്ടിടങ്ങളിലായുള്ള സ്ഥാപനങ്ങൾക്കിലാണ് പരിശോധനയുണ്ടായത്. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ കുത്തിനിറച്ച് താമസിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. 3 കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ കുരമ്പാല സ്വദേശിയായിട്ടുള്ള അൻവർ, തോന്നല്ലൂർ സ്വദേശികൾ സാബു, ഷാഫി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി പാർക്കുന്നത്. ഇതിനോടനുബന്ധമായി തന്നെയാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഹോട്ടലുകളും പ്രവർത്തിച്ചു വന്നത്. നഗരസഭയുടെ ലൈസൻസ് ഇല്ല. മാത്രമല്ല ഇവിടെ ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ശുചിമുറിയിലും അതോടൊപ്പം തന്നെ പാചകം കക്കൂസിനോട് ചേർന്ന ഭാഗത്തുമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആകെ വൃത്തിഹീനമായ സ്ഥിതിയാണുള്ളത്. ജൈവ അജൈവ മാലിന്യങ്ങൾ ഇവിടെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതായും കക്കൂസ് മാലിന്യങ്ങൾ അടക്കം ഇവിടെ ഉപേക്ഷിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് നഗരസഭ നോട്ടീസ് നൽകിയെങ്കിലും അത് വകവയ്ക്കാതെ തുടർ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സ്ഥാപന ഉടമകൾ. ഇന്ന് നടന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപന ഉടമകളായിട്ടുള്ള 3 പേർക്കെതിരെയും കേസെടുക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. വൃത്തിഹീനമായ പശ്ചാത്തലത്തിൽ ഭക്ഷണമുണ്ടാകുന്നു, ഭക്ഷണം സൂക്ഷിക്കുന്നത് അത് കക്കൂസിലാണ്. അപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും നടപടി എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി കേൾക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ 6 ഹോട്ടലുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പം അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് കർശനമായിട്ട് നോട്ടീസ് മുഖേന നൽകിയിട്ടുണ്ട്. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് ഇവിടെ അതിഥി തൊഴിലാളികളെ പാർപ്പിച്ചിട്ടുള്ളത്.